ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ ആനകളുടെ ഏക്കം, അതായത് ഗുരുവായൂർ ദേവസ്വം ആനകൾക്ക് ഗജക്ഷേമ നിധിയിലേക്ക് വസൂലാക്കുന്ന സംഖ്യ വർദ്ധിപ്പിക്കുന്നതും അനുബന്ധ ക്രമീകരണങ്ങളും ആയിട്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് പുതിയ ഏക്കത്തുകകളൊക്കെ അനുസരിച്ച് ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോട്ടയിലെ ആനകളെ പുറമെ എഴുന്നള്ളിക്കുന്നതിന് വസൂലാക്കുന്ന ഗജക്ഷേമനിധി ക്രമീകരിച്ചുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനമെടുത്തു. ആയതിൻ്റെ പട്ടിക ഉള്ളടക്കം ചെയ്യുന്ന ചുരുക്കിയ ഗജക്ഷേമനിധി 1/4/2026, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുന്നതും പുറമെ എഴുന്നള്ളിപ്പുകൾക്ക് പോകുന്ന ആനകളുടെ പാപ്പാന്മാർക്ക് നൽകുന്ന എഴുന്നള്ളിപ്പ് ഭത്ത ഒരാൾക്ക് പ്രതിദിനം 800 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ആനകളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ എഴുന്നള്ളിപ്പ് തീയതിയുടെ 90 മുതൽ 60 കൂടിയ ദിവസങ്ങളിൽ സ്വീകരിക്കണം. അപേക്ഷകർ 60 മുതൽ 45 കൂടിയ ദിവസങ്ങളിൽ രശീതി ആക്കാവുന്നതുമാണ്. ഒരു ആനയ്ക്ക് ഒന്നിൽ കൂടുതൽ അപേക്ഷ ഉണ്ടാകുന്ന പക്ഷം ടെൻഡർ, ലേലം എന്നിവ നടത്തി ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയവർക്ക് നൽകാവുന്നതും ടെൻഡറിൻ്റെ ഉറപ്പിനായി 10,000 ഡെപ്പോസിറ്റ് വാങ്ങാവുന്നതും ലേലം കൊണ്ടവരുടെ ഡെപ്പോസിറ്റ് നിലനിർത്തി ബാക്കിയുള്ളവരുടെ അസൽ അന്നേ തിരികെ നൽകാവുന്നതുമാണ്. ലേലം കൊണ്ടവർ ആനകൾക്കായി അടയ്ക്കേണ്ട സംഖ്യ അന്നേ ദിവസം തന്നെ കാർഡ് പേയ്മെൻറ്റ്, ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങിയ രീതിയിലൊക്കെ അടവാക്കാനും ഡെപ്പോസിറ്റ് തിരികെ നൽകാവുന്നതുമാണ്. ആനകളെ ബുക്ക് ചെയ്യുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്ന ക്ഷേത്രങ്ങളും പൂര കമ്മിറ്റികളും അതത് ക്ഷേത്രം പൂരം കമ്മിറ്റികളുടെ ഔദ്യോഗിക സീൽ പതിച്ച ലെറ്റർ പാഡിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷകൻ്റെ ഫോൺ നമ്പർ, തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, ക്ഷേത്രം ഉത്സവം ചടങ്ങുകളും അതത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പകർപ്പും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മേൽപ്രകാരം നിശ്ചയിച്ച ഗജക്ഷേമനിധി 6 മണിക്കൂർ ഇടവിട്ട 2 എഴുന്നള്ളിപ്പ് ഒരു ദിവസമാക്കി കണക്കാക്കി നടപടി സ്വീകരിക്കുന്നതുമാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ആനകളുടെയും ഏക്കത്തുകകളെ പറ്റിയാണ് ബാക്കി പറയുന്നത്. 1/4/2026 മുതൽ ഗുരുവായൂർ ദേവസ്വം ആനകൾക്ക് ഈടാക്കുന്ന ഗജക്ഷേമ നിധി. ആനയുടെ പേര്, 1-ാം സ്ഥാനത്തുള്ളത് നന്ദനാണ്. 1,50,000 രൂപയാണ് വിശേഷ ദിവസത്തെ ഗജക്ഷേമ നിധി. അത് കോലമേറ്റിയുള്ള എഴുന്നള്ളിപ്പുകൾക്ക് മാത്രമാണ് കിട്ടുള്ളൂ. പിന്നെ ഇന്ദ്രസെൻ, അതും 1,50,000 രൂപ, അതും കോലമേറ്റിയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾക്ക്. പിന്നെ ഉള്ളത് രാജശേഖരം, 1,00,000, അത് വിശേഷ ദിവസത്തിന് 1/10. പിന്നെ ദാമോദർദാസ്, അത് 1,00,000, വിശേഷ ദിവസത്തിന് 1/10. സിദ്ധാർത്ഥൻ 1,00,000, വിശേഷ ദിവസം 1/10. ശങ്കരനാരായണൻ 1,00,000, വിശേഷ ദിവസം 1/10. ശ്രീധരൻ 80,000, വിശേഷ ദിവസം 90. വിഷ്ണു 80,000, വിശേഷ ദിവസം 90. ബാലകൃഷ്ണൻ 80,000, വിശേഷ ദിവസം 90. ചെന്താമരാക്ഷൻ 80,000, വിശേഷ ദിവസം 90. ബൽറാം 80,000, വിശേഷ ദിവസം 90. ഗോപികൃഷ്ണൻ 80,000, വിശേഷ ദിവസം 90. ജൂനിയർ വിഷ്ണു 80,000, വിശേഷ ദിവസം 90. ബാലു 80,000, 90,000 രൂപയാണ് വിശേഷ ദിവസത്തെ. ഗോപാലകൃഷ്ണൻ 80,000, വിശേഷ ദിവസം ഗോപാലകൃഷ്ണൻ വിശേഷ ദിവസം 70,000, സാധാരണഗതിയിൽ 60,000.
അതുപോലെ അനന്തനാരായണൻ അത് 60,000, വിശേഷ ദിവസം 70. വിനായകൻ 50,000, വിശേഷ ദിവസം 60. കൃഷ്ണനാരായണൻ അത് 50,000, വിശേഷ ദിവസം 60,000. ദേവദാസ് അത് 50,000, വിശേഷ ദിവസം 60. ജൂനിയർ കേശവൻ അത് 50,000, വിശേഷ ദിവസം 60. അക്ഷയ് കൃഷ്ണൻ 50,000, വിശേഷ ദിവസം 60,000. പിന്നെ വരുന്നത് പീതാംബരൻ അത് 50,000, 60,000. പിന്നെ കൃഷ്ണ അതും 50,000, 60,000. അതായത് വിശേഷ ദിവസത്തെയാണ് ഈ 60,000. അയ്യപ്പൻകുട്ടി 50,000, 60,000. ഗജേന്ദ്ര 50,000, 60,000. രാധാകൃഷ്ണൻ 50,000, 60,000. ശ്രീകൃഷ്ണൻ 50,000, 60,000. ചന്ദ്രശേഖരൻ 50,000, വിശേഷ ദിവസം 60,000. നവനീത് കൃഷ്ണൻ അതും 50,000, സാധാരണ 60,000, വിശേഷ ദിവസം. കീർത്തി 40,000 രൂപ സാധാരണ ദിവസം, ബാക്കിയുള്ള ദിവസം വിശേഷ ദിവസം 50,000. ലക്ഷ്മി നാരായണൻ 40,000 പ്ലസ് 50,000. ദേവിക്കും 40,000 രൂപ സാധാരണ, 50,000 രൂപ വിശേഷ ദിവസം. രശ്മിക്ക് 40,000, വിശേഷ ദിവസം 50. ലക്ഷ്മി കൃഷ്ണ അത് 40,000 സാധാരണ, വിശേഷ ദിവസം 50,000. അത് വിശേഷ ദിവസങ്ങൾ എന്നുദ്ദേശിക്കുന്നത് മകരച്ചൊവ്വ, മകരപ്പത്ത്, മകരഭരണി, തൈപ്പൂയം, ശിവരാത്രി, മീനഭരണി, വിഷു, തൃക്കാർത്തിക. ഈ ദിവസങ്ങളിലാണ് ഈ പൈസ 10,000 വെച്ചിട്ടൊക്കെ ആനകൾക്ക് കൂടുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സാധാരണഗതിയിലാണ്. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമായിരുന്നു പുതിയ ഏക്കത്തുക നിശ്ചയിച്ചോ എന്നുള്ളത്. അപ്പോൾ അത് നിശ്ചയിച്ചു. അതിന് പ്രകാരമാണ് ഗജക്ഷേമ നിധി വർധനവ് വന്നതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആ സംശയത്തിന് ദൂരീകരണമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, അതേപോലെ എല്ലാവരിലേക്കും എത്തിക്കുക. ഒരുപാട് ആനപ്രേമികൾക്ക് അത് ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. തിരക്കുകളൊക്കെ അതായത് ഏപ്രിൽ 1 മുതലാണ് 2026 ഏപ്രിൽ ഈ വർഷത്തിലെ ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇതുവരെ ഉള്ളത് കഴിഞ്ഞ ഉണ്ടായിരുന്ന അതേ സംഖ്യകളാണ്. ഇനി വരുന്നതിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഗുരുവായൂരത്തെ ആനകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊരു പൂര കമ്മിറ്റിക്കാർക്കും അമ്പലക്കാർക്കും അത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ പ്രഗത്ഭരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതും വളരെ കാര്യമായ കാര്യമാണ്. പലരും ചോദിച്ചു, അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഞാനത് പറയാൻ കാരണം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.